ഹായ് ഓൾ, നമസ്കാരം. RRB ഗ്രൂപ്പ് ഡിയുടെ ലേണിംഗ് എക്സ്പ്രസ് വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാവരും പഠിച്ചു തുടങ്ങി എന്ന് എനിക്കറിയാം. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അധികം വൈകിപ്പിക്കുന്നില്ല, അധികം വെച്ച് നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായ സിലോജിസം എന്ന് പറയുന്ന കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് സിലോജിസം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്, നമ്മുടെ റീസണിങ്ങിന്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു എന്താണ്, ഏത് രീതി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള പല ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ സിലോയിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ഉള്ള രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഏത്, സിലോയിസം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് അധികം ഒന്നും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ അധികം ഒരുപാട് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ഇതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സിലോജിസം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് ബേസിക്കലി സ്റ്റേറ്റ്മെന്റ്സ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ഓർഡർ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എന്തുണ്ടാവും, ഇതൊരു ക്വാളിഫയർ ഉണ്ടാവും. എന്താണ് ഒരു ക്വാളിഫയർ? ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ ക്വാളിഫയർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത് ക്വാണ്ടിറ്റി ആണ് മെയിൻലി സൂചിപ്പിക്കുന്നത് കേട്ടോ. ഏതാണ്? ക്വാണ്ടിറ്റി ആണ് മെയിൻലി ഇത് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അതിനുശേഷം എന്താണ് ഒരു സബ്ജക്റ്റ്? ഇതെന്ന് പറയുന്നത് ഒരു നെയിം ആയിരിക്കും. ഏതെങ്കിലും ഒബ്ജക്റ്റോ പ്ലേസോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സോ എന്തായാലും ഉള്ള ഒരു നെയിം മാത്രമായിരിക്കും ഏത്, ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ഒരു കോപ്പുല എന്ന് വിളിക്കും. അത് കോപ്പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കണക്ടർ ആണ് എന്ന് വിചാരിച്ചാൽ മതി. ഒരു കണക്ടർ ആണ്, കണക്ടർ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടാവും. എന്താണ് ഒരു പ്രെഡിക്കേറ്റ്? ഇതും ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് സബ്ജക്റ്റ് പോലെ തന്നെയുള്ള ഒരു എന്താ പറയാ, ഒരു നെയിം മാത്രമാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിലോജിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തുള്ളത്. അപ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സിലോജിസത്തിനകത്ത് 4 തരത്തിലുള്ള നോർമൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. 4 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അതിനകത്ത് ഒന്ന് ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും എന്താണ്, പ്രെഡിക്കേറ്റ് ആണ്. എല്ലാ സബ്ജക്റ്റും എന്താണ്, പ്രെഡിക്കേറ്റ് ആണ്. ഈ സബ്ജക്റ്റ് എല്ലാം തന്നെ ഏതിനകത്ത് ഇൻവോൾവ് ആണ്, പ്രെഡിക്കേറ്റിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഓൾ ARB. ഓക്കെ, ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്, അതായത് സം SRP എന്ന് പറയും. അത് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. അതിനകത്ത് ഈ കാണുന്ന ഇടയ്ക്കത്തെ പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സം ARB, ഇത് സബ്ജക്റ്റ് ആണ്, ഇത് പ്രെഡിക്കേറ്റ് ആണ്. ഈ ഒരു പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ ഒരു എന്താ പറയാ, ആ ഒരു സം ARB എന്ന് പറഞ്ഞ പോർഷൻ. ഇനി അടുത്തത് നോ സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ് ആണ്. നോ സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ എന്തില്ല, ഒരു കണക്ഷൻ ഇല്ല. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ്. എന്താണ് സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനൊരു പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് പറയുവാനായിട്ട് സാധിക്കത്തില്ല, ഒരു വെൻ ഡയഗ്രം നമുക്ക് വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് വരയ്ക്കാം, നമുക്ക് ഇത് വരയ്ക്കാം എന്നുള്ളതാണ്. അതാണ്ട് ഇങ്ങനെ ഇതൊരു സം സ്റ്റേറ്റ്മെന്റിന്റെ ആണ്. അപ്പൊ ഇത് സബ്ജക്റ്റും ഇത് പ്രെഡിക്കേറ്റും ആണെങ്കിൽ ഇതാ ഈ ഒരു പോർഷനെ ആയിരിക്കും ഏത്, സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലും ഇപ്പൊ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്തല്ല, പ്രെഡിക്കേറ്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ള പോർഷൻസ്. ഓക്കെ, അപ്പൊ ഈ പ്രെഡിക്കേറ്റ് അല്ലാതിരിക്കുന്നിടത്ത് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പോകും എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ ഞാൻ ഈ ഇപ്പൊ താണ്ട് ഈ ഒരു ഇതിനകത്ത് ഷെയ്ഡഡ് അല്ലാത്ത ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ എസ് ഇരിക്കുന്നത്, അത് ആണ് നമുക്ക് ഏതായിട്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത്രയും പോർഷൻ ആണ് നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കേണ്ടത്, സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ്. അപ്പൊ ഇതിന് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വെൻ ഡയഗ്രം വരയ്ക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുക, ഇത് സബ്ജക്റ്റും ഇത് പ്രെഡിക്കേറ്റും ആണ്. ഇത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ നമുക്ക് നോക്കുമ്പോൾ ഓൾ പ്രെഡിക്കേറ്റ് ആറ് സബ്ജക്റ്റ് എന്ന രീതിയിലാണ്. അപ്പൊ ഇതാ ഈ ഒരു പോർഷനിലുള്ള കാര്യങ്ങൾ,
ഈ ഒരു പോർഷനിലുള്ളതാണ് ഏത് ഈ പറയുന്നത്, അതായത് സം സബ്ജക്റ്റ് ആൻഡ് നോട്ട് പ്രീ. അപ്പൊ ഇതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം ആദ്യത്തെ 3 കേസിൽ വെൻ ഡയഗ്രം ഉണ്ട്, നാലാമത്തെ കേസിൽ എന്തില്ല, പ്രോപ്പർ ആയിട്ട് ഒരു വെൻ ഡയഗ്രം ഇല്ല. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ഏതാണ്, സമ്മും ഓളും അല്ലെങ്കിൽ ഓളും സമ്മും എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും നോയും സബ്നോട്ടും എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്, ഓളും സമ്മും ആണ്. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്, നോയും സബ്നോട്ടും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കാം. ഓക്കെ അല്ലെ? അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിനെ നോർമൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു പോസിബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കേസ് വരും. പോസിബിൾ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ പോസിബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഓൾ എ ആർ ബി ഈസ് പോസിബിൾ. അപ്പൊ ആ ഈസ് പോസിബിൾ എന്നുള്ളതൂടെ ചേരുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ ഓൾ എ ആർ ബി ഈസ് ബീയിങ് എ പോസിബിലിറ്റി എന്ന് ചേർന്ന് വരുന്നതാണ് ഏതെന്ന് പറയുന്ന ഒരു പോസിബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അത് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. ഓക്കെ ആണല്ലോ? ക്ലാസ് കൂടുതലായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം എന്ത് ചെയ്യാം, കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇനി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ആദ്യം എന്ന് പറയുന്നത് നമുക്ക് കൺവേർഷൻ ആണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിന്റെയും 4 സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു? ഓള്, സമ്മ്, നോയ്, സം നോട്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ 4 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആവുന്നതും ഈ 4 എണ്ണമോ അല്ലെങ്കിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ പുതിയതായിട്ടൊരു ഏതാ ഈ ഓള്, സമ്മ്, നോയ്, സം നോട്ട് എന്നല്ലാതെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പൊ ഇത് എന്താണ്, എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഐഡന്റിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺവേർഷനിലേക്ക് വരികയാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഏതാണ്, ഒരു ഓൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ഓൾ എ ആർ ബി. അപ്പോൾ ഓൾ എ ആർ ബിയെ നമുക്ക് ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെഫിനിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് സം എ ആർ ബിയും സം ബി ആർ എയും ആണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് എ ആണ്, ഇത് ബി ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്ത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, സം എ ആർ ബി എന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടും സം ബി ആർ എ എന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പറയാം. ഇത് ഇതിന്റെ ഏതാണ്, ഡെഫിനിറ്റ് കൺവേർഷൻ ആണ്. ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് ഇതിന്റെ പോസിബിൾ കൺവേർഷൻ ആണ്. പോസിബിൾ കൺവേർഷൻ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ എന്തുകൂടെ വരും, പോസിബിലിറ്റി എന്നുള്ള അല്ലെങ്കിൽ പോസിബിലിറ്റി മീൻ ചെയ്യുന്ന അല്ലെങ്കിൽ പോസിബിൾ എന്ന് മീൻ ചെയ്യുന്ന സെന്റൻസും കൂടെ ചേർന്നാലേ ആ സെന്റൻസ് മൊത്തം ആയാൽ മാത്രമേ അതെന്താവുള്ളൂ, പോസിബിൾ സ്റ്റേറ്റ്മെന്റ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ്. ഓക്കെ, അപ്പോൾ ഓൾ എ ആർ ബിയുടെ പോസിബിൾ കൺവേർഷൻ ആണ്, തിരിഞ്ഞു പോകരുത്, പോസിബിൾ കൺവേർഷൻ ആണ് ഓൾ ബി ആർ എ ഈസ് പോസിബിൾ. എന്താണ്, ഓൾ ബി എ ഓൾ ബി ആർ എ ഈസ് പോസിബിൾ. അതേപോലെ തന്നെ സം ബി ആർ നോട്ട് എ ഈസ് പോസിബിൾ എന്നത്. അപ്പൊ ഉദാഹരണം പറയാം, നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇപ്പൊ വരികയാണ്, നോക്കി, ഓൾ ബസസ് ആർ കാർസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരിക. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, സം ബസസ് ആർ കാർസ് എന്ന് എഴുതാം. അതേപോലെ തന്നെ തിരിച്ചു എഴുതാം. എങ്ങനെ എഴുതാം, സം കാർസ് ആർ ബസസ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ എന്താണ്, ഡയറക്റ്റ് കൺവേർഷൻ ആണ്. ഇതിന്റെ പോസിബിൾ കൺവേർഷൻ എഴുതുമ്പോൾ, ഓക്കെ, പോസിബിൾ കൺവേർഷൻ എഴുതുമ്പോൾ എങ്ങനെ മാത്രമേ നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കത്തുള്ളൂ, ഓൾ കാർസ്, ശ്രദ്ധിക്കണം, ആ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ചിങ് കേട്ടോ. ഓൾ കാർസ് ആർ എന്താണ്, ഓൾ കാർസ് ആർ ബസസ്. ഈസ് പോസിബിൾ അല്ലെങ്കിൽ ഈസ് ബീയിങ് പോസിബിൾ എന്ന രീതിയിൽ വന്നാൽ മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൺവേർട്ട് അല്ല, ഇതിന്റെ ആ ഒരു പോസിബിൾ കൺവേർഷൻ ആയിട്ട് മാറും. അതേപോലെ തന്നെ സം കാർസ് ആർ നോട്ട് ബസസ് ഈസ് പോസിബിൾ. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അതെ, അപ്പോൾ ഓളിന്റെ കാര്യം നോട്ട് ചെയ്യുക. ഓളിന്റെ ഡയറക്റ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് 2 സം ആണ്. പോസിബിൾ കൺവേർഷൻ ഒന്ന് ഓൾ പോസിബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പിന്നെ സം നോട്ട് പോസിബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഒരു കാര്യം, അടുത്തത് സം സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ സം എ ആർ ബി അതിനെ എങ്ങനെ മാത്രമേ കൺവേർട്ട് ചെയ്യത്തുള്ളൂ,
സം ബി ആർ എ എന്ന രീതിയിൽ മാത്രമേ കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ. സം എ ആർ ബി എ, സം ബി ആർ എ എന്ന രീതിയിൽ മാത്രമേ ഡയറക്റ്റ് കൺവേർഷൻ ഉള്ളൂ, അല്ലെങ്കിൽ ഡെഫിനിറ്റ് കൺവേർഷൻ ഉള്ളൂ. പോസിബിൾ കൺവേർഷൻ ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഓൾ എ ആർ ബി ഈസ് പോസിബിൾ പറയാം. ഇനി അതേപോലെ തന്നെ ഓൾ ബി ആർ എ ഈസ് പോസിബിൾ പറയാം. പിന്നെ സം എ ആർ നോട്ട് ബി ഈസ് പോസിബിൾ പറയാം. പിന്നെ സം ബി ആർ നോട്ട് എ ഈസ് പോസിബിളും പറയാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓൾ സ്റ്റേറ്റ്മെന്റും സം സ്റ്റേറ്റ്മെന്റും എന്താണ്? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഏതാണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ അതിന്റെ ഡെഫിനിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ എന്ത് ഡെഫിനിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? ഓൾവേസ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്ന രീതിയിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ നോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ, നോ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ഏതാണ്? നോ എ ഈസ് ബി ആണ്. ഏതാണ്? നോ എ ഈസ് ബി. ഇതിനെ നമുക്ക് ഡെഫിനിറ്റ് കൺവേർഷൻ 3 രീതിയിൽ ഡെഫിനിറ്റ് കൺവേർട്ട് ചെയ്യാം. ഏതൊക്കെയാണ്? ഒരു നോ ബി ഈസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണല്ലോ. നോ ബി ഈസ് എ എന്ന് പറയുന്ന രീതിയിലും, സം എ ആർ നോട്ട് ബി എന്നും സം ബി ആർ നോട്ട് എ എന്നും ഇതിനെ എന്ത് ചെയ്യാം? ഡെഫിനിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഡെഫിനിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് അതിന്റെ ഡെഫിനിറ്റ് കൺവേർഷൻ ഒരിക്കലും എന്ത് വരത്തില്ല? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു നോ സ്റ്റേറ്റ്മെന്റിന്, അതായത് നോ എ ഇസ് ബി എന്ന രീതിയിൽ വരുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എന്തില്ല? പോസിബിൾ കൺവേർഷൻ ഇല്ല. ഇതിനെന്തില്ല? പോസിബിൾ കൺവേർഷൻ ഇല്ല. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? ദെൻ ഇനി അതേപോലെ തന്നെ അടുത്ത കേസിലേക്ക് വന്നു കഴിഞ്ഞാല് സം നോട്ട് സ്റ്റേറ്റ്മെന്റ്. സം എ ആർ നോട്ട് ബി എന്ന് പറയുന്ന സം നോട്ട് സ്റ്റേറ്റ്മെന്റ്. ഈ സം നോട്ട് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എന്തില്ല? ഡെഫിനിറ്റ് കൺവേർഷൻ ഇല്ല. ഇതിനെന്തില്ല? ഒരു ഡെഫിനിറ്റ് കൺവേർഷൻ ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അതേപോലെ തന്നെ ഇതിന് പോസിബിൾ കൺവേർഷൻ ഒരുപാടുണ്ട്. പോസിബിൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഏതാണ്? സം ബി ആർ നോട്ട് ഓൾ എ ആർ ബി ഈസ് പോസിബിൾ. ഓൾ എ ആർ ബി, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഓക്കെ, ഓൾ എ ആർ ബി ഈസ് പോസിബിൾ എന്ന് പറയുമ്പോഴും സം ബി ആർ നോട്ട് എ എന്ന് പറയുന്നു. ഈ രണ്ട് കേസിലും ഈ ഓൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുമ്പോഴും ഈ സം നോട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റുന്ന സമയത്തും ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ത് ചെയ്ത് ഇരിക്കണം? ഇന്റർചേഞ്ച് ചെയ്തിരിക്കണം. ഇതിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്തിരിക്കണം. അത് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഒരു ഓൾ സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സം നോട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോസിബിൾ കൺവേർഷൻ ചെയ്യുമ്പോൾ അവിടെയും എന്ത് ശ്രദ്ധിക്കേണ്ടതാണ്? ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഓൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ ഏതുണ്ടായിരുന്നു? ഒരു സം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നോ സ്റ്റേറ്റ്മെന്റും, പിന്നെ സം നോട്ട് സ്റ്റേറ്റ്മെന്റും. അപ്പോൾ സം നോട്ട് സ്റ്റേറ്റ്മെന്റിന് എന്തില്ല? ഡെഫിനിറ്റ് കൺവേർഷൻ ഇല്ല. സം നോട്ട് സ്റ്റേറ്റ്മെന്റിന് എന്തില്ല? ഡെഫിനിറ്റ് കൺവേർഷൻ ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാല് കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എന്തുണ്ടാവും? ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, പിന്നെ എന്തുണ്ടാകും? ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു രണ്ടെണ്ണത്തിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഓക്കെ ആണല്ലോ. പുതിയൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വരുന്ന കേസിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 2 3 എന്ന് പറഞ്ഞു വരും. അതേപോലെ തന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ 1 2 3 എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കൺക്ലൂഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെയും എന്ത് കൺവേർട്ടഡ് രൂപവും ഏതിനകത്ത് വരും? കൺക്ലൂഷനകത്ത് വരാം. അപ്പൊ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡയറക്ട്ലി വേണമെങ്കിൽ കൺക്ലൂഷനിൽ വരാം, അല്ലെങ്കിൽ ആ പുതിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എന്തും വരാം, കൺവേർട്ടഡ് രൂപവും വരാം കേട്ടോ. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മൊത്തം 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഓരോന്നിനെയും എന്താണ് 1 3 എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏത് വന്നാലും അതിനെ എന്ത് ചെയ്യാം? ഈ 4 സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കമ്പൈൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പക്ഷേ എന്ന് പറയാൻ ആദ്യമേ തന്നെ പറയാൻ കാരണം, ഇപ്പൊ നമുക്ക് കോമ്പിനേഷൻ നമ്മൾ വിചാരിക്കും അപ്പൊ 16 എണ്ണം വരുമല്ലോ എന്നൊരു രീതി നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവും. ഒരിക്കലും ഇല്ല കേട്ടോ. ഈ ഒരു 16 എണ്ണം നമുക്ക് വരത്തില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും മറ്റൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. കമ്പൈൻ ചെയ്യാം. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും മറ്റൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയും എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയും മറ്റൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയും തമ്മിൽ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയും മറ്റൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയും കമ്പൈൻ ചെയ്യാം. ആൻസർ ഡയറക്ട്ലി വരുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ബട്ട് എന്തില്ല? ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ മറ്റൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുമായിട്ട് നമുക്ക് ഡയറക്ട്ലി കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. നോട്ട് ഡയറക്റ്റ് കോമ്പിനേഷൻ. ഇതിനെന്തില്ല? ഒരു ഡയറക്റ്റ് കോമ്പിനേഷൻ ഇല്ല. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് വെച്ചിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്കിത് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ കോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളെ കമ്പൈൻ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു 2 സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. 2 സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു കോമൺ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കണം. അവിടെ എന്തുണ്ടാവണം? ഒരു കോമൺ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ഉണ്ടാവണം. ആ 2 സ്റ്റേറ്റ്മെന്റിലും കോമൺ ആയിട്ട് ഒരാൾ ഉണ്ടാവണം. അതിനി എങ്ങനെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ അപ്പൊ ഒരു അപ്പൊ S1 ഉണ്ടാവും, പിന്നെ ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു S2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് ഒരു S2, അതായത് സബ്ജക്ട് 2 ഉണ്ടാവും, പ്രെഡിക്കേറ്റ് 2. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കണം? സെയിം. നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ സബ്ജക്ട് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ആയിരിക്കണം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റും എന്താവണം? സെയിം ആവണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റും എന്താവണം? സെയിം ആവണം. ഓർക്കണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സബ്ജക്റ്റ് ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും ഇന്റർചേഞ്ച് ഒക്കെ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അപ്പോൾ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ കിട്ടി. ഇനി മൂന്നാമത്തെ കാര്യം, ആ കോമൺ ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ആ കോമൺ ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അത് ഓർത്ത് വെച്ചിരിക്കുക. എലിമിനേറ്റ് ചെയ്തു, അയാൾ അങ്ങ് പോയി. പിന്നെ എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റും ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസൾട്ട് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ എന്തുണ്ടാവും? ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റും വെച്ചിട്ടാണ് പുതിയ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പിനേഷന് വേണ്ടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പൊ മിക്ക ആളുകളും വെൻ ഡയഗ്രം ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇത് കമ്പൈൻ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും അത് കമ്പൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വെൻ ഡയഗ്രം ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ തന്നെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലേക്ക് വെച്ചിരിക്കുക കേട്ടോ. ഈ ഒരു കാര്യത്തിനെ ഒന്ന് മനസ്സിലേക്ക് വെച്ചിരിക്കുക. എങ്കിലേ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഓർത്തേ, നമ്മൾ പറഞ്ഞു ഏകദേശം 16ഓളം കോമ്പിനേഷൻ ഉണ്ടാകാം. ഏകദേശം എത്രത്തോളം കോമ്പിനേഷൻ ഉണ്ടാകാം? 16ഓളം കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ 16 എണ്ണവും നമുക്ക് ആവശ്യമില്ല. കാരണം അതിനകത്ത് നോക്കിയിട്ട് രണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്ന ആളുകളെ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ.
അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഈ 16 എണ്ണത്തിൽ നിന്ന് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് ഈ 6 കോമ്പിനേഷൻ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ, 6 കോമ്പിനേഷൻ. അപ്പോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഈ രീതിയിൽ വരുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ. ഇപ്പൊ വെൻ ഡയഗ്രം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ വരുന്ന ആളുകളെ മാത്രമേ, ഈ ഒരു രീതിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകളിലെ മാത്രമേ എന്തുള്ളൂ, വെൻ ഡയഗ്രം ഉള്ളൂ. അല്ലാത്തതിനൊക്കെ എന്ത് ഇല്ല, ഡയറക്റ്റ് കോമ്പിനേഷൻ ഇല്ല. അപ്പോഴാണ് പിന്നെ ഐദർ ഓർ എന്ന് പറയുന്ന ആ ഒരു കോംപ്ലിമെന്ററി പെയർ എന്നോ അല്ലെങ്കിൽ ഈ കോൺട്രാ പെയർ എന്നൊക്കെ പറയുന്ന ആ ഒരു കോമ്പിനേഷൻ വരാറുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നോക്കി വെച്ച് ഏതൊക്കെയാണ്, ഒരു ഓൾ സ്റ്റേറ്റ്മെന്റും മറ്റൊരു ഓൾ സ്റ്റേറ്റ്മെന്റിനെയും കമ്പൈൻ ചെയ്താൽ ഒരു ഓൾ വരും. ഇനി ഒരു ഓൾ സ്റ്റേറ്റ്മെന്റും പിന്നെ ഒരു നോ സ്റ്റേറ്റ്മെന്റും തമ്മിൽ കമ്പൈൻ ചെയ്താൽ ഓക്കെ ആണല്ലോ, ഒരു നോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ ഒരു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓളും സെക്കൻഡ് നോയുമാണ്. ഓളും ചിന്തിക്കണം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓളും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓളും. പിന്നെ രണ്ടാമത്തെ കേസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓളും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോയും കമ്പൈൻ ചെയ്താൽ നോ സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ പിന്നെ ഓളും ഫസ്റ്റ് ഓളും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓളും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഏത് സമ്മും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓള് വരികയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സമ്മ് വരികയും വന്നാൽ കോമ്പിനേഷൻ ഇല്ല. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സമ്മ് രണ്ടാമത്തെ ഓള് അങ്ങനെ വരാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, സം സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ സ്റ്റേറ്റ്മെന്റും വരാം. അപ്പോൾ ഉത്തരം വരുന്ന ഏതാണ്, സം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കാരണം രണ്ടും പോസിറ്റീവ് ആവുമ്പോൾ പോസിറ്റീവിലേക്ക് തന്നെ വരത്തുള്ളൂ. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സമ്മും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോയും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് സമ്മും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോയും വന്നാൽ നമുക്ക് സം നോട്ട് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ, അതായത് സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇനി അതേപോലെ തന്നെ അപ്പൊ ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഈ 4 കാര്യങ്ങളും ഓർക്കുക. ഇനി അതേപോലെ തന്നെ നോ സ്റ്റേറ്റ്മെന്റ് ഓളും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോയും സെക്കൻഡ് ഓളും വന്നാൽ സം നോട്ട് റിവേഴ്സ്ഡ് ആണ്. സം നോട്ട് റിവേഴ്സ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ക്ലാരിറ്റി കിട്ടും. ഇതിങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. കാരണം ഈ ആദ്യത്തെ 4 കേസില് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കും റിസൾട്ട് വരുന്നതിന്റെ സബ്ജക്റ്റ്. ഓക്കെ, ഈ ആദ്യത്തെ 4 കോമ്പിനേഷൻ ഓളും ഓൾ പ്ലസ് ഓള് ഓൾ പ്ലസ് നോ സം പ്ലസ് ഓള് സം പ്ലസ് നോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് ഏതാണ്, സബ്ജക്റ്റ് ഏത് തന്നെയായിരിക്കും, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് ആയിരിക്കും. ഇനി പക്ഷേ ഏതാണ്, നോ പ്ലസ് ഓളും നോ പ്ലസ് സമ്മും വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഓൾ സ്റ്റേറ്റ്മെന്റിന്റെ സം സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റ് ഉണ്ടല്ലോ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റ് ഉണ്ടല്ലോ റിസൾട്ട് ആയിട്ട് വരുന്നത്, അതായത് ക്യാൻസൽ ആയി പോകാത്ത അതായിരിക്കും റിസൾട്ട് സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് സം നോട്ട് വരുമ്പോൾ നമ്മൾ എന്തെന്ന് പറയുന്നത്, റിവേഴ്സ്ഡ് എന്ന് കൊടുക്കുന്നത്. സം നോട്ട് വരുമ്പോൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി മെയിൻലി നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. അത് എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പോ ഇനി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ MCQ അതായത് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതിന്റെ എന്തെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻ ആണ്? 20 ക്വസ്റ്റ്യൻ ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്ന കാര്യം എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സം HRR, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, നോ PRH.
ഏതാണ്? നോ PRH. അപ്പോ അങ്ങനെ വരുമ്പോ ഇതിനെ എന്ത് ചെയ്യാം? അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഇത് ഈ രണ്ടിലും എന്തുണ്ട്? കോമൺ ആയിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇത് രണ്ടാമത്തെ തിരിച്ചാ വന്നിരിക്കുന്നത്. നോക്കിയേ. അപ്പൊ ഇതിനെ സം HRR എന്നും അതേപോലെ തന്നെ നോ HRP എന്നും എഴുതാം. ഈ സ്റ്റേറ്റ്മെന്റിനെ ഇങ്ങനെ തിരിച്ചെഴുതാം. കാരണം നമ്മൾ നേരത്തെ പഠിച്ച കോമ്പിനേഷൻ ഓക്കെ ആണല്ലോ. ഒരു നോ സ്റ്റേറ്റ്മെന്റിന് നോ ആയിട്ട് തിരിച്ചെഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ? അങ്ങനെ തിരിച്ചു മറിച്ച് എഴുതാം. ഓക്കെ. അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റിനെയും തിരിച്ചു മറിച്ച് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അതും നിങ്ങൾക്കൊരു ഡൗട്ട് അല്ലെങ്കിൽ അതും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എന്ന രീതിയിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെന്റിനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുക. നോ PRHും പിന്നെ ഏതാണ്? സം HRPയും. ഓക്കെ ആണല്ലോ. നമുക്കറിയാം നോ പ്ലസ് സം എന്താണ്? കമ്പൈൻ ചെയ്യുക. അപ്പോ ഇവിടെ ദാണ്ട നോക്കിയേ, ഈ രണ്ടെണ്ണത്തിലെ ഈ H അങ്ങ് എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോയി. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ P ഏതാണ്? സം PR നോട്ട് സോറി, മേളത്തെ ഇത് ആറല്ലേ? സം RR നോട്ട് P. ഓക്കെ ആണല്ലോ. സം RR നോട്ട് P. ഇതാണ് ഇതിന്റെ ഏതെന്ന് പറയുന്നത് റിസൾട്ട് കോമ്പിനേഷൻ. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. നമ്മൾ ഇതിനെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഇതിനെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ട് എടുത്തു. കോമൺ ആയിട്ടുള്ള H എന്ത് ചെയ്തു? ക്യാൻസൽ ആയിട്ട് പോയി. പിന്നെ റിസൾട്ട് തുടങ്ങുന്ന ഏതിലാണ്? സം ആറിലാണ്. ഓക്കെ. അപ്പോ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മുടെ ആൻസർ ഇവിടെ ഒറ്റ നോട്ട്. അപ്പൊ ഇത്രയും ചെയ്തപ്പോ തന്നെ നമുക്ക് ഡയറക്ട്ലി നമുക്കിത് മനസ്സിലാകും. എന്താണ്? ഇതിവിടെ കറക്റ്റ് ആയിട്ടുണ്ടല്ലേ? ഇതിവിടെ എന്താണ്? കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ Pയും Hഉം സം PRH കൺക്ലൂഷനിൽ വന്നു. ഇതിന്റെ കൺവേർട്ടഡ് രൂപമാണോ ഇത്? അപ്പൊ നോയെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ നോ PRHനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതുവാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ ആണല്ലോ. ഇതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏത് വരും? ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഇനി സപ്പോസ് ഇതിന്റെ വെൻ ഡയഗ്രം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നോക്കിയേ. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? ഇവിടെ ഈ ഒരു കേസ് ഇങ്ങനെ ഉണ്ട്. ഏതാണ്? ഇത് ആറും ഇതെന്തുമാണ്? Hുമാണ്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കിയേ. ഈ ഒരു ഫിഗർ വരുമ്പോ ഈ Hുമായിട്ട് ആർക്ക് ബന്ധമില്ല? Pക്ക് ബന്ധമില്ല. ഇതിന് എന്തില്ല? ബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പറയാവുന്ന ഒരു കേസ് എന്താണ്? ഇവിടെ ഇരിക്കുന്ന 6 സം R നോട്ട് P. സം R നോട്ട് P. ഓക്കെ. അപ്പോൾ ഈ വെൻ ഡയഗ്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേലിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ മാത്രമേ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം ഈ ഒരു MCQന്റെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇതിന്റെ കൺക്ലൂഷൻ ഏതാണ്? സം RR നോട്ട് P, അതായത് ഓപ്ഷൻ ബി. ഓക്കെ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ സം URCയും നോ L ഈസ് U. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കിയേ. സം URC എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം CRUവും എഴുതാം. അതേപോലെ തന്നെ താഴെ പറഞ്ഞിരിക്കുന്ന കേസിനെ എങ്ങനെ എഴുതാം? നോ U ഈസ് Lഉം. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. റിസൾട്ട് വരുന്ന ഏതാണ്? സം CR നോട്ട് L. സം CR നോട്ട് L. ഓക്കെ അല്ലേ? അപ്പോ ഇത് കമ്പൈൻ ചെയ്യും. ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം LU. ഓക്കെ അല്ലേ? LU എന്ന് പറയുമ്പോൾ അത് തമ്മിൽ ബന്ധമില്ല. അത് തമ്മിൽ എന്തില്ല? ബന്ധമില്ല. ഓക്കെ അല്ലേ? അപ്പോ നോക്കിയേ, ഇവിടെ ഇത് U ആണ്. ഇതെന്താണ്? C ആണ്. പിന്നെ ഈ യുവുമായിട്ട് ആർക്ക് ബന്ധമില്ല? Lന് ബന്ധമില്ല. ഓക്കെ അല്ലേ? ഏതിന് ബന്ധമില്ല? L. അപ്പൊ
സം CR നോട്ട് L. അപ്പോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി only 2. ഏത് വരും? ഓപ്ഷൻ ഡി only 2. ഓക്കെ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാല് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാല് നോക്കിയേ, ഓൾ LRV നോ L ഈസ് J. ഓൾ LRV നോ L ഈസ് J. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു സംഭവത്തിനെ പിന്നെയും തിരിച്ചങ്ങ് എഴുതിയാൽ പോരെ. നോക്കിയേ, നോ J ഈസ് L, പിന്നെ ഇവിടെ ഇതല്ലേ വരുന്നത് ഓള് LRV. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇതിനെ ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോയും സെക്കൻഡ് ഓളും വന്നാൽ സം നോട്ട് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അപ്പൊ എന്ത് വരും? സം സം V R നോട്ട് J. ഇതാണ് നമ്മുടെ കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ. ഇനി മറ്റൊരു കേസിലേക്ക് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പോസിറ്റീവും മറ്റൊരു നെഗറ്റീവും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ഉണ്ടാവുന്നേ. ഒരു പോസിറ്റീവും മറ്റൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തേ വരത്തുള്ളൂ? ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റേ വരത്തുള്ളൂ. അപ്പോ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നോക്കിയേ, ഈ തന്നിരിക്കുന്ന കൺക്ലൂഷൻ എന്താ? രണ്ടും നെഗറ്റീവാ. ഈ തന്നിരിക്കുന്ന രണ്ടും എന്താണ്? പോസിറ്റീവാ. അപ്പോ കോമ്പിനേഷൻ വരത്തില്ല. എന്ത് വരത്തില്ല? കോമ്പിനേഷൻ വരത്തില്ല. ഓർക്കുക, ഒന്നുകൂടെ പറയാം. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ചേർന്നാൽ അവിടെ എന്ത് സ്റ്റേറ്റ്മെന്റേ ഉണ്ടാവുള്ളൂ? നെഗറ്റീവ്. അപ്പൊ കൺക്ലൂഷനിലേക്ക് നോക്കിയേ. അപ്പോ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് വിയും ജെയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കിയേ, ഓൾ LRV ഉണ്ട്, ഓൾ VRL ഉണ്ട്. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാമോ? ഇല്ല അല്ലേ? കാരണം ഒരു ഓൾ സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും മറ്റൊരു ഓൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മറ്റൊരു ഓൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഈ രണ്ട് കൺക്ലൂഷനും എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. അപ്പൊ ആൻസർ ഈസ് എന്താണ്? നൺ ഓഫ് ദി കൺക്ലൂഷൻ ഫോളോസ്. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓൾ ലാൻഡ് ആർ വേക്കന്റ്, നോ ലാൻഡ് ഈസ് ഗേൾ. ഓൾ ലാൻഡ് ആർ വേക്കന്റ്, നോ ലാൻഡ് ഈസ് ഗേൾ. അപ്പൊ ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കിയേ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് സെയിം ആക്കി എഴുതാൻ വേണ്ടി നമുക്ക് എങ്ങനെ എഴുതാം? നോ ഗേള് തൽക്കാലം നമുക്ക് അതിലേക്ക് പോകണ്ട. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു പോസിറ്റീവ് ആണ്, ഇതൊരു നെഗറ്റീവ് ആണ്. കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരത്തില്ല? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരത്തില്ല. ഓക്കെ. അപ്പോ ഇതിന്റെ ലാൻഡും പോയി. അപ്പൊ ഗേളും വേക്കന്റും വരുന്നത് പറ്റില്ല. ഇനി അതേപോലെ തന്നെ നോക്കിയേ, ഓൾ വേക്കന്റ് ആർ ലാൻഡ്. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? നൈദർ കൺക്ലൂഷൻ ഫോളോസ്. ഈ രണ്ട് കൺക്ലൂഷനും എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. അപ്പം നമ്മൾ ഈ ഒരു വെൻ ഡയഗ്രം കാര്യങ്ങളൊന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് ഡയറക്ട്ലി ഇതിന്റെ ആൻസറിലേക്ക് എത്താം. ഓക്കെ ആണല്ലോ? സമയം കുറെ അധികം ലാഭിക്കാം. ഇങ്ങനെയുള്ള ചെറിയ ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ഓർക്കുക, ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നോ എ ഈസ് ബി, സം ബി ഈസ് പി. അപ്പോ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് വരും? ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്? ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരണം. നമ്മൾ നോക്കിയേ, ഇതിന്റെ പ്രെഡിക്കേറ്റും ഇതിന്റെ സബ്ജക്റ്റും എന്താണ്? സെയിം ആണ്. എലിമിനേറ്റ് ആയി പോയി. അപ്പൊ നമുക്കറിയാം നോ പ്ലസ് സം എന്താണ്? സം നോട്ട് ആണ്. അപ്പോ നോ ആദ്യം വരുന്നോണ്ട് അതെന്ത് വരും?
റിവേഴ്സ് തിരിച്ചിടണം. അപ്പൊ ആൻസർ ഏതിൽ തുടങ്ങും? സം പി ആർ നോട്ട് എ. സം പി ആർ നോട്ട് എ. ഇതാണ് ഇതിന്റെ ഡയറക്ട്ലി പറയാൻ പറ്റുന്നത്. അപ്പോ ആൻസർ ഏത് വരും? ആൻസർ ഏത് വരും? സം പി ഈസ് നോട്ട് എ. സം പി ഈസ് നോട്ട് എ. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ഇനി അതേപോലെ തന്നെ ഒന്നാമത്തെ കൺക്ലൂഷൻ ഒന്ന് നോക്കിയേടെ. ഫസ്റ്റ് കൺക്ലൂഷൻ ഒന്ന് നോക്കിയേ. സം ബി ഈസ് നോട്ട് എ. നോക്കിയേടെ. ഒരു നോ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? സം നോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ? ഒരു നോ സ്റ്റേറ്റ്മെന്റിനെ സം നോട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സം നോട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇതും എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ഇതും എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച്, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഉള്ള പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്ത രൂപമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്ത രൂപമാണ് ഏതിൽ വരുന്നത്? കൺക്ലൂഷനിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഇതിന്റെ ആൻസർ ഏത് വരും? ഇത് രണ്ടും എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ശ്രദ്ധിച്ച് ഫോളോ. അപ്പോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം. അപ്പോ നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യനകത്ത് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിനെ കമ്പൈൻ ചെയ്ത് മാത്രമല്ല കൺക്ലൂഷനിൽ ചെക്ക് ചെയ്യാവുന്നത്. സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിനെ കമ്പൈൻ ചെയ്ത് മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൺക്ലൂഷനിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പോ സ്റ്റേറ്റ്മെന്റിനെ തന്നെ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ രൂപങ്ങളും സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ കൺവേർട്ടഡ് രൂപങ്ങളും ഏതിനകത്ത് വരാം? കൺക്ലൂഷനകത്ത് വരാം. അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇതിന്റെ ആൻസർ ഏത് വരും? ബോത്ത് 1 and 2 ഫോളോസ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ. നോ എസ് ഈസ് ടി. നോ എസ് ഈസ് ടി. സം യു ആർ എസ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് എഴുതിയാലോ? നോ എസ് ഈസ് ടി, പിന്നെ സം യു ആർ എസ്. തിരിച്ചു മറിച്ചു എഴുതി എന്നുള്ളൂ. കാരണം ഇത് രണ്ടും എന്താണ്? കോമൺ ആണ്. അപ്പൊ റിസൾട്ട് വരുമ്പോ ഏത് വരും? സം യു ആർ നോട്ട് ടി. ഇതാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അത് എവിടെ ഉണ്ട്? കൺക്ലൂഷനിൽ ഒന്നാമതായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയേ. ഓൾ ടി ആർ യു. ടി ആർ യു. അപ്പൊ നമുക്ക് ഇതിനെ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതെന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. കാരണം ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സം യു ആർ നോട്ട് ടി എന്ന് കിട്ടും. ആ സം യു ആർ നോട്ട് ടിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല? ഓൾ ടി ആർ നോട്ട് യു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? എഴുതുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? ഒള്ളി കൺക്ലൂഷൻ 1 ഫോളോസ്. ഏതാണ്? ഒള്ളി കൺക്ലൂഷൻ 1 ഫോളോസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ വീണ്ടും നിങ്ങളുടെ ആവർത്തിച്ച് പറയുന്നു, ഈ ഒരു രീതിയിൽ, ഈ ഒരു റൂൾസ് ബേസ് ചെയ്തിട്ട് പോയാൽ നമുക്ക് വളരെ എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസറിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നോക്കിയേ. സം മൊബൈൽസ് ആർ വാച്ചസ്, നോ വാച്ച് ഈസ് ലാപ്ടോപ്പ്. സം മൊബൈൽസ് ആർ വാച്ചസ്. അപ്പോൾ ഏതാണ്? സമ്മും നോയുമാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, ക്യാൻസൽ ആയി പോയി. റിസൾട്ട് വരുമ്പോ ഏത് വരും? സം മൊബൈൽസ് ആർ നോട്ട് ലാപ്ടോപ്പ്. ഇതാണ് കോമ്പിനേഷൻ ആയിട്ട് വരേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ കേസിൽ നോ ലാപ്ടോപ്പ് ഈസ് മൊബൈൽ. ഇതാണ് നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇതിന് നോ കൺവേർഷൻ അല്ലേ? നോ ഡെഫിനിറ്റ് കൺവേർഷൻ എന്നല്ലേ നമുക്ക് ഏതിനകത്ത് പറഞ്ഞത്? സം നോട്ട് സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പക്ഷെ തിരിച്ചായിരുന്നു വന്നതെങ്കിൽ ഏതാണ്? സം ഒരു മിനിറ്റ്. ഇത് തിരിച്ചായിരുന്നു വന്നതെങ്കിൽ ഓക്കെ. അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ടാമത്തെ കൺക്ലൂഷൻ ഇതിന്റെ തന്നെ കൺവെർട്ടഡ് രൂപമല്ലേ? രണ്ടാമത്തെ കൺക്ലൂഷൻ
നോ വാച്ച് ഈസ് ലാപ്ടോപ്പിന്റെ തന്നെ കൺവേർട്ടഡ് രൂപമല്ലേ? ഇതിന്റെ ഡെഫിനിറ്റ് കൺവേർഷൻ അല്ലേ? നോക്കി, ഇവിടെ ലാപ്ടോപ്പും വാച്ചും, ഇവിടെ ലാപ്ടോപ്പും ഉണ്ട് വാച്ചും ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ഇവിടെ കോമ്പിനേഷൻ അല്ല വന്നത്, എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ കൺവേർട്ടഡ് രൂപമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ കൺവേർട്ടഡ് രൂപമാണ് ഏതിനകത്ത് വന്നിരിക്കുന്നത്? കൺക്ലൂഷനകത്ത് വന്നിരിക്കുന്നത്. ഏതിനകത്ത് വന്നിരിക്കുന്നത്? കൺക്ലൂഷനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നോ ജി ഈസ് എം, സം എ ഈസ് എം. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതാം. എങ്ങനാ? നോ ജി ഈസ് എം, സം എം ഈസ് എ. അപ്പൊ ഇത് പോയി നമ്മൾ എഴുതി തുടങ്ങും സം എ ആർ നോട്ട് ജി. ഇതാണ് കമ്പൈൻ ചെയ്യുമ്പോൾ വരേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരിക്കൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് വരുന്നില്ല? നെഗറ്റീവ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല. അപ്പൊ കോമ്പിനേഷൻ ഏതൊക്കെ തമ്മിലാ? ജിയും എയും തമ്മിലൊരു കോമ്പിനേഷൻ നമുക്ക് കിട്ടില്ല. ഇനി നോക്കിയേ അടുത്ത കേസ്. ഇനി കൺക്ലൂഷൻ ഒന്നാമത്തത് എടുത്തേ, സം എം ആർ എ. ഇതിന്റെ തന്നെ കൺവേർട്ടഡ് രൂപമല്ലേ? ഇതിന്റെ തന്നെ കൺവേർട്ടഡ് രൂപമല്ലേ? അപ്പൊ അത് ഓക്കെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നോക്കിയേ, എമ്മും ജിയും, എമ്മും ജിയും. നോ ജി ഈസ് എം, നോ ജി ഈസ് എം. ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല? സം എം ഈസ് ജെ എന്ന് ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? സം എം ഈസ് ജി എന്ന് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? ഒൺലി വൺ ഫോളോസ്. ഏത് വരും? ഒൺലി വണ്ണ് ഫോളോസ്. ക്ലിയർ ആണല്ലോ? ആ ഒരു സംഭവം എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? നോ എം ഈസ് എൻ, സം ഒ ആർ എൻ. അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സംഭവത്തിനെ തിരിച്ചിടാം, ഇതങ്ങ് പോവും എന്ന രീതിയിൽ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ റിസൾട്ട് വരുമ്പോ എമ്മും ഓയും വരണം. റിസൾട്ട് വരുമ്പോ എമ്മും ഓയും വരണം. അപ്പൊ ഈ ഒരു സാധനം എന്ത് വരത്തില്ല? കോമ്പിനേഷൻ വരും. കാരണം ഒരു പോസിറ്റീവും മറ്റൊരു നെഗറ്റീവും അല്ലേ? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും മറ്റൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും ആവുമ്പോൾ റിസൾട്ട് എന്താവണം? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആവണം. അപ്പോ ഇത് റിസൾട്ടിൽ വരത്തില്ല. ഇനി വരുന്ന ഏതാണ്? ഈ ഒരു കേസ് അല്ലേ? ഇത് നോക്കിയേ, ഇത് ഏതിന്റെ തന്നെ രൂപമാണ്? ഇവിടുന്ന് തന്നെ എഴുതുന്നതല്ലേ? നോ എം ഈസ് എൻ തന്നെ അല്ലേ? നോ എൻ ഈസ് എമ്മും രണ്ട് സെയിം അല്ലേ? അപ്പോ ഏത് വരും? ഒൺലി ടു. ഏത് വരും? ഒൺലി ടു. ക്ലിയർ ആണല്ലോ? ഒൺലി ടു. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. കൺക്ലൂഷൻ 2 ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. കാരണം കൺവേർഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സം എൽ ആർ എസ് ഓൾ ടി ആർ എസ്. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇതിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ്? സം പ്ലസ് ഓള് കമ്പൈൻ ചെയ്താൽ സം കിട്ടുമെന്ന്. പക്ഷെ ശ്രദ്ധിക്കണം, ഇതിന്റെ പ്രെഡിക്കേറ്റും ഇതിന്റെ സബ്ജക്റ്റും എന്താവണം? സെയിം ആവണം. അപ്പൊ വിചാരിക്കും ഇതിനെ അങ്ങ് തിരിച്ചിട്ടാ പോരേന്ന്. ഒരിക്കലും ഇതിനെ തിരിച്ചെങ്ങനെ എഴുതാൻ പറ്റത്തില്ല? ഓൾ എസ് ആർ ടി എന്ന് എഴുതാൻ പറ്റില്ല. ഓൾ എസ് ആർ ടി എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്തെന്നാൽ ഓൾ എസ് ആർ ടിയുടെ ഓൾ ടി ആർ എസിന്റെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? ഓൾ എസ് ആർ ടി. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക, ഇങ്ങനെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഇന്റർചേഞ്ച് ചെയ്യും. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നോ സ്റ്റേറ്റ്മെന്റിനെയും സം സ്റ്റേറ്റ്മെന്റിനെയും മാത്രമേ നമുക്ക് തിരിച്ചു മറിച്ചു എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? നോ സ്റ്റേറ്റ്മെന്റിനെയും സം സ്റ്റേറ്റ്മെന്റിനെയും മാത്രമേ നമുക്ക് അതേ ഫോർമാറ്റിൽ തിരിച്ചു മറിച്ചു എഴുതാൻ പറ്റുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക.
ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് നോക്കാം ഏത് വരും. ഇത് ഫോളോ ചെയ്യില്ല. ഓക്കെ ആണല്ലോ. ടി എല്ലും ഫോളോ ചെയ്യില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ടി ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ ടിയും ഇവിടെ എസും ഉണ്ട്. ഇതിന്റെ നോ കൺവേർഷൻ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇത് രണ്ടും ഫോളോ ചെയ്യില്ല. അപ്പോ നൈദർ കൺക്ലൂഷൻ ഫോളോസ്. ഏത് വരും? നൈദർ കൺക്ലൂഷൻ ഫോളോസ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എടേ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ വെൻ ഡയഗ്രം ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോ ഫ്ലവർ ഈസ് പ്ലാന്റ്, സം ആനിമൽസ് ആർ ഫ്ലവേഴ്സ്. സം ആനിമൽസ് ആർ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഇതിനെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും എടുത്താൽ ഇവിടെ ഫ്ലവർ കോമൺ ആണ്, ഇവിടെ എന്താണ് ഫ്ലവർ കോമൺ. ആൻസർ എന്ന് പറയും കമ്പൈൻ ചെയ്യുമ്പോൾ സം ആനിമൽസ് ആർ നോട്ട് പ്ലാന്റ്സ്. ഇത് വരുമല്ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ഡയറക്റ്റ് കൺവേർഷൻ ആണ്, ഡയറക്റ്റ് കോമ്പിനേഷൻ ആണ്. പിന്നെ ഇതിനെ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് റിസൾട്ട് സം നോട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുമ്പോൾ ആനിമൽസും പ്ലാന്റ്സും വരുന്നു. ഒരിക്കലും ഓൾ ആനിമൽസ് ആർ പ്ലാന്റ്സ് എന്നത് നമുക്ക് ഉറപ്പായിട്ട് പറയുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഒള്ളി കൺക്ലൂഷൻ 1 ഫോളോസ് ആണ്. ഒള്ളി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒള്ളി കൺക്ലൂഷൻ 1 ഫോളോസ്. അടുത്ത് നോക്കിയേ, സം ടി ആർ വൈ. സം ടി ആർ വൈ, ഓൾ വൈ ആർ ഇസഡ്. അപ്പോ നമുക്കറിയാം ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാം. വരുമ്പോ സമ്മ് വരും. ഏതാണ്? സം ടി ആർ ഇസഡ്. സം ടി ആർ ഇസഡ് വരും. ഓക്കെ അല്ലേ? അപ്പോ സം ടി ആർ ഇസഡിന്റെ കൺവേർട്ടഡ് രൂപമാണ് ഏത്? സം ഇസഡ് ആർ ടി. അത് ഓക്കെ ആണ്. അപ്പോ ഈ രണ്ട് പോസിറ്റീവിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടില്ല? നെഗറ്റീവ് കിട്ടില്ല. രണ്ട് പോസിറ്റീവിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടത്തില്ല? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? സം ഇസഡ് ആർ ടി. ഏതാണ്? സം ഇസഡ് ആർ ടി എന്ന് പറയും. ഓക്കെ അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഒള്ളി കൺക്ലൂഷൻ 2 ഫോളോസ്. ഒള്ളി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാല് നോക്ക്. നോ ബ്രഷ് ഈസ് ബെഡ്, സം ടേബിൾ ആർ ബ്രഷ്. അപ്പോ ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോ ആൻസർ എന്ത് വരണം? ഏത് പോകണം? ബ്രഷ് പോയി. എന്ത് വരണം? സം ടേബിൾ ആർ നോട്ട് ബെഡ്. ഓക്കെ അല്ലേ? അതാ കിടക്കുന്നു ഒന്നാമത്തെ കൺക്ലൂഷൻ. അതെവിടെ ഉണ്ട്? ഒന്നാമത്തെ കൺക്ലൂഷനിലുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇത് നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞ ഒരു കമ്പൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. ആ ഒരു കമ്പൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പം ബെഡും ടേബിളും അതൊരിക്കലും എന്ത് വരത്തില്ല? പോസിറ്റീവായിട്ട് വരത്തില്ല. ഒള്ളി കൺക്ലൂഷൻ 1 ഫോളോസ്. ഒള്ളി കൺക്ലൂഷൻ 1 ഫോളോസ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാല് നോ എക്സ് ഈസ് ഡബ്ല്യു, സം വൈ ആർ. അപ്പൊ ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു, ഇത് രണ്ടാമത്തായിട്ട് എടുത്തു അല്ലെ? അപ്പൊ ഇതും കോമൺ ആണ്. അത് എലിമിനേറ്റ് ആയി പോയി. ആൻസർ കമ്പൈൻ ചെയ്യുമ്പോൾ വൈ ആർ നോട്ട് ഡബ്ല്യു. സം വൈ ആർ നോട്ട് ഡബ്ല്യു. ഓക്കെ, സം വൈ ആർ നോട്ട് ഡബ്ല്യു. അപ്പോ ഇത് വരത്തില്ലല്ലോ.
ഓക്കെ അല്ലേ? അപ്പോ ഒരു കാര്യം, നമ്മളിപ്പോ നിങ്ങളിത് യൂട്യൂബിലാണ് നിങ്ങളിത് കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ ഇപ്പം ഞാനിത് പറയുമ്പോ അയ്യോ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊരു ചിന്ത വരും. അപ്പൊ ഇത് എങ്ങനെയാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡെപ്തിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള രീതികൾ, അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണല്ലോ, ഇന്ന കാര്യങ്ങളാണല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ, ഇതേപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ, ഇപ്പൊ ഈവൻ ഞാൻ ഇവിടെ പേന കൊണ്ട് എഴുതുന്നുണ്ടെങ്കിൽ പേന ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതിന്. അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നോക്കിയേ. അപ്പൊ ഇതിന്റെ ആൻസർ ഏത് വരും? ഒന്നാമത്തെ കൺക്ലൂഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഫോളോ ചെയ്യത്തുള്ളൂ. ഒന്നാമത്തെ കൺക്ലൂഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഫോളോ ചെയ്യുള്ളൂ. ദെൻ 2 നോക്കിയേ. ഇവിടെ ഇതിനെ ഇവിടെ സമ്മും ഓളും ആണ്. പക്ഷേ എങ്ങനെ ഇട്ടാലും നമുക്ക് കോമ്പിനേഷൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കമ്പൈൻ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ തന്നെ കാരണം നോക്കിയേ, ഇവിടെ കോമൺ ടേം ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രെഡിക്കേറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റും സെയിം ആവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? കോമ്പിനേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പിനേഷൻ ഇല്ല. അപ്പൊ നമ്മൾ നോക്കിയേ, ഇതില്ല. 2 നോയാണ്, അത് രണ്ടും ഇല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നോക്കിയേ, ഒരു പോസിറ്റീവ് പ്ലസ് മറ്റൊരു പോസിറ്റീവ് ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവേ ചെയ്തുള്ളൂ. ഇതെന്താണ്? നെഗറ്റീവ് ആണ്. ഇതും എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും കിട്ടത്തില്ല. അങ്ങനെയും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മനസ്സിലായല്ലേ? ആ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ തന്നെ വെച്ച്, മൈൻഡ് കാൽക്കുലേഷൻ ആണ് ഞാൻ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലാണെങ്കിലും നമുക്ക് ഇതിന്റെയൊക്കെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ ഒരു 15 ക്വസ്റ്റ്യൻസിന്റെയും പ്രത്യേകത എന്താണ്? 2 സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ എന്ത് വന്നിടേ? 3 സ്റ്റേറ്റ്മെന്റ് വന്നു. ഇവിടെ എന്ത് വന്നു? 3 സ്റ്റേറ്റ്മെന്റ് വന്നു. ഇവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിയേടെ. ഈ ആദ്യത്തെ 2 എണ്ണം നോക്ക്. 1 + 2 ചെയ്തപ്പോ ഇതും സെയിം ആയതുകൊണ്ട് നമുക്ക് ഏത് കിട്ടും? ഓൾ ബാറ്റ്സ് ആർ ബാഡ്മിന്റൺ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇതല്ലയോ? ഏതാണ്? ഓൾ ബാഡ്മിന്റൺസ് ആർ വിക്കറ്റ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതും പോകും. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്താൽ, 3 കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? ഓൾ ബാറ്റ്സ് ആർ എന്ത് കിട്ടും? വിക്കറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഓൾ ബാറ്റ്സ് ആർ വിക്കറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കും. ഈ 3 കൂടെ കമ്പൈൻ ചെയ്താൽ 1 + 2 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? ഓൾ ബാറ്റ്സ്. ഓക്കെ അല്ലേ? മൈൻഡ് കാൽക്കുലേഷൻ തന്നെയാണ് ഇവിടെ ആവശ്യം. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ഓൾ ബാറ്റ്സ് ആർ വിക്കറ്റ്സ്. ഇനി നോക്കിയേ, ഓൾ ബാറ്റ്സ് ആർ വിക്കറ്റ്സ്. ഇനി അതേപോലെ തന്നെ ബാഡ്മിന്റൺസ് ആർ ബാറ്റ് ആണ്. ബാഡ്മിന്റൺസ് ആർ ബാറ്റ്. നമ്മൾ നോക്കി ഇതെങ്ങനെ വന്നു? ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പൈൻ ചെയ്ത് വരുമ്പോഴേ, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പൈൻ ചെയ്താലേ നമുക്ക് ഏത് കിട്ടത്തുള്ളൂ? ബാഡ്മിന്റനും ബാറ്റും വെച്ച് കിട്ടത്തുള്ളൂ. അത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്? ഓൾ ബാറ്റ്സ് ആർ ബാഡ്മിന്റൺ ആണ്. ഓക്കെ, ഏതാ? ഫസ്റ്റും സെക്കൻഡും കൂടി കമ്പൈൻ ചെയ്തപ്പോ. അപ്പൊ ഇതിന്റെ കൺവേർട്ടഡ് രൂപമല്ലേ ഇത്? അതായത് ഓൾ ബാറ്റ്സ് ആർ ബാഡ്മിന്റൺ എന്ന് പറയുന്നതിന്റെ കൺവേർട്ടഡ് രൂപമാണ് ഏതെന്ന് പറയുന്നത്? സം ബാഡ്മിന്റൺസ് ആർ ബാറ്റ്. അപ്പോ എന്താണ്? രണ്ടും ഫോളോ ചെയ്യും. രണ്ടും എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. അപ്പൊ എന്ത് വന്നു? ബോത്ത് കൺക്ലൂഷൻ 1 and 2 follows. Both conclusion 1 and 2 follows. Okay. Then അടുത്തത് നോക്കിയേ. 3 statements are അതൊക്കെ അത് വിട്ടേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നോക്കിയേ. എങ്ങനെ വരും? സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓളിന്റെ കൂടെ എന്ത് ചേരില്ല?
സം നോട്ടിന്റെ കൂടെ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് സം നോട്ടുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടില്ല. അപ്പോ ബൈസൈക്കിളും ടയേഴ്സും വരുന്ന കോമ്പിനേഷൻ ഇല്ല. ബൈസൈക്കിളും ടയേഴ്സും വെച്ചുള്ള കോമ്പിനേഷൻ ഇല്ല. അപ്പോ ഇത് വരത്തില്ല. ക്ലിയർ ആണല്ലോ? ബൈസൈക്കിളും ടയേഴ്സും വെച്ചിട്ടുള്ളത് വരത്തില്ല. ഓക്കെ അല്ലേ? ഇനി അങ്ങനെ വരുമ്പോൾ ഈ വീൽസിനെയും വെഹിക്കിൾസിനെയും കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? നോക്കിയേ, വീൽസിനെയും വെഹിക്കിൾസിനെയും കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് അതായത് വീൽസും ഉണ്ട് വെഹിക്കിൾസ്, ഇവിടെ വീൽസും ഉണ്ട് വെഹിക്കിൾസും ഉണ്ട്. രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്താൽ നെഗറ്റീവ് കിട്ടുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ചേ. രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്താൽ നെഗറ്റീവ് കിട്ടുമോ? ഇല്ലല്ലോ. രണ്ട് പോസിറ്റീവ് ചെയ്താൽ നമുക്ക് ഏതേ കിട്ടുള്ളൂ? പോസിറ്റീവേ കിട്ടുള്ളൂ. അപ്പൊ ഇതും എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. അപ്പൊ ആൻസർ ഏത് വരും? നൈദർ വണ്ണ് നോർ ടു ഫോളോസ്. ഏത് വരും? നൈദർ വണ്ണ് നോർ ടു ഫോളോസ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഒന്നുകൂടെ ഓർത്ത് വെച്ച് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്കിത് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ആണ്, ഞാൻ പറഞ്ഞത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇവിടെ നമ്മൾ വലിയ രീതിയിലുള്ള ചിന്തയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ഓക്കെ ആണല്ലോ? വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ടാണ് പല സ്റ്റേറ്റ്മെന്റ്സിനെ നോക്കുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ പറയുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ ബാക്കി നമ്മൾ ക്ലാസ്സിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതെല്ലാം ഓൾ ആണല്ലേ? അപ്പൊ നോക്കിയിട്ട് ഈ മാമൽസും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യത്തെ രണ്ടെണ്ണം ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ് എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ ആനിമലും ഇവിടെ ഉള്ളത് കൊണ്ട് 1 + 2 + 3 എന്ന് പറയുന്നതിന് മൊത്തത്തിൽ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഓൾ ക്യാറ്റ്സ് ആർ ലിവിങ് ബീയിങ്സ്. ഇത് ഒരിക്കലും ഇതിന്റെ ലോജിക്കൽ മീനിങ്ങിലേക്ക് പോകരുത്. ഓക്കെ, നമുക്കിവിടെ കിട്ടി ഓൾ ക്യാറ്റ്സ് ആർ ലിവിങ് ബീയിങ്സ് എന്ന് കിട്ടി. അപ്പൊ കൺക്ലൂഷനിലേക്ക് നോക്കിയേ, സം ക്യാറ്റ്സ് ആർ ലിവിങ് ബീയിങ്സ് ആണ്. നമുക്കറിയാം ഈ 3 എണ്ണം കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടും ഓൾ ക്യാറ്റ്സ് ആർ ലിവിങ് ബീയിങ്സ്. ഇതിന്റെ കൺവേർട്ടഡ് രൂപമാണ് ഏതെന്ന് പറയുന്നത്? സം ക്യാറ്റ്സ് ആർ ലിവിങ് ബീയിങ്. അപ്പോ ഒന്ന് ഫോളോ ചെയ്യും. ഇനി രണ്ടാമത്തത് എന്താണ്? ഓൾ ക്യാറ്റ്സ് ആർ ലിവിങ് ബീയിങ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ ഓൾ ലിവിങ് ബീയിങ്സ് ആർ ക്യാറ്റ്സ്, ഓൾ ലിവിങ് ബീയിങ്സ് ആർ ക്യാറ്റ്സ് എന്ന് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, കമ്പൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ അല്ലേ? അപ്പോ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? ഓർത്തേ, only conclusion 1 follows. only conclusion 1 follows. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, എല്ലാം സമ്മ കമ്പൈൻ ചെയ്യാനുള്ള പരിപാടി നമുക്കില്ല. ഓക്കെ അല്ലേ? അപ്പോ ഇത് എങ്ങനെ ചെയ്യാം? ഇത് ഫോളോ ചെയ്യത്തില്ല, ഇതും ഫോളോ ചെയ്യത്തില്ല. സിമ്പിളാ. സം പ്ലസ് സം നമ്മൾ പഠിച്ചിട്ടില്ല. സം പ്ലസ് സം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമ്മൾ പഠിച്ചോ? അപ്പൊ നമ്മൾ ഇവിടെ വെൻ ഡയഗ്രമോ വരച്ചില്ല, ഒന്നും വരച്ചിട്ടില്ല.
വെൻ ഡയഗ്രവും വരച്ചില്ല, ഒന്നും വരച്ചിട്ടില്ല. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ട്രെയിനുണ്ട്, ഇവിടെ ഷിപ്പും ഉണ്ട്. ഇവിടെ ട്രെയിനുണ്ട്, ഇവിടെ ഷിപ്പും ഉണ്ട്. അപ്പൊ പറ്റത്തില്ല. അങ്ങനെയും ചിന്തിക്കണം കേട്ടോ. കാരണം ചിലപ്പോ ഇതിനെ തിരിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതിനെ തിരിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ ഷിപ്പുണ്ട്, ഇവിടെ കാറുണ്ട്. അതായത് തിരിച്ചിട്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ കൺക്ലൂഷനിൽ ചിലപ്പോ ഇങ്ങനെ വരാം. എങ്ങനെയാടെ? സമ്മ് ട്രക്സ് ആർ കാർസ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആ. കൺവേർട്ടഡ് രൂപം വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ഇപ്പം എല്ലാം സം വന്നോണ്ട് സം വരത്തില്ല. കോമ്പിനേഷൻ ആണ് എന്ത് വരാത്തത്? സമ്മ് വരാത്തത് കേട്ടോ. കോമ്പിനേഷൻ ആണ് എന്ത് വരാത്തത്? സമ്മ് വരാത്തത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ആൻസർ എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? നൈദർ 1 nor 2 follows. നൈദർ 1 nor 2 follows. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ, എന്ത് വരും? ഓളും സമ്മും നോ കോമ്പിനേഷൻ. അപ്പോ പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണം ഇവിടെ എന്തുണ്ട്? ചെയർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ടേബിൾ ഉണ്ട്. ഇതിന്റെ കൺവേർട്ടഡ് ആണോ? അല്ല. ഇവിടെ ചെയർ ഉണ്ട്, സം ചെയേഴ്സ് ആർ നോ ടേബിളാ. അപ്പൊ അങ്ങനെ വരുമ്പോ സം ചെയേഴ്സ് ആർ ടേബിൾ എന്ന് എഴുതാൻ പറ്റില്ല. ഇനി സം ചെയേഴ്സ് ആർ ബീയിങ് കർട്ടൻ ഈസ് പോസിബിൾ. സം ചെയേഴ്സ് ആർ ബീയിങ് കർട്ടൻ ഈസ് പോസിബിൾ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ കമ്പൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സാധ്യതയുണ്ട്. അതായത് ഇവിടെയാണ് നമുക്ക്, ഇവിടെ കർട്ടൻ ഉണ്ട്, ഇവിടെ ഏതുണ്ട്? ബെഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ഓക്കെ അല്ലേ? ഇങ്ങനെ എഴുതാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇത് ചെയർ ആണ്, കർട്ടൻ ബി, ഇങ്ങനെ എഴുതാം, ചെയർ ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ ഇവര് തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ട്, ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ, കർട്ടൻ ബെഡ്, ബെഡ് ചെയേഴ്സ്. അപ്പൊ ബെഡ് ക്യാൻസൽ ആയി പോകുമ്പോ കർട്ടനും ചെയറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കമ്പൈൻ ചെയ്യുന്ന കേസ് നമുക്കറിയില്ല. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സാധ്യതയുണ്ട്, ഒരു ചെറിയ സാധ്യതയുണ്ട്. രണ്ടും പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഇതാകാൻ ചെറിയ ഒരു സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ? ചെറിയൊരു സാധ്യതയുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതെന്താണ്? ഒരു സാധ്യതയുള്ളത് കൊണ്ട് എന്താണ്? ഒൺലി കൺക്ലൂഷൻ 2 follows. പോസിബിൾ ആണ്. പോസിബിൾ എന്ന കേസാണ് കേട്ടോ. പോസിബിലിറ്റി ആണ്. അപ്പോൾ പോസിബിലിറ്റിയുടെ കാര്യമാണ് നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ്? പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് മറക്കാതിരിക്കുക. ഓക്കെ. അപ്പം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വെൻ ഡയഗ്രമോ കാര്യങ്ങളോ ഒന്നും അല്ല. വെൻ ഡയഗ്രം ഇവിടെ ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാൻ വരച്ചു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് ചിലപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഒരു ഫസ്റ്റിലെ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു ടഫ് ആണ്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പാടാണ് എന്നൊരു ഇത് വരും. ഒരിക്കലും ഇല്ല കേട്ടോ. ഇത് വളരെ ലളിതമാണ്. നമ്മൾ റൂൾസ് ആണ് ഫോളോ ചെയ്തത്. റൂൾ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് വെൻ ഡയഗ്രം വരുന്ന കൺക്ലൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അഥവാ നിങ്ങൾ വെൻ ഡയഗ്രം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു 6 റൂള് പറഞ്ഞില്ലേ, ഈ ഒരു 6 റൂളിന് മാത്രമേ വാലിഡ് ആയിട്ടുള്ള എന്തുള്ളൂ? വെൻ ഡയഗ്രം ഉള്ളൂ. വാലിഡ് ആയിട്ടുള്ള വെൻ ഡയഗ്രം ഉള്ളൂ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ 20 ക്വസ്റ്റ്യൻസും ഈ നൽകിയ 20 ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചിട്ട് മനസ്സിലായി എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. 20 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ബാക്കി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറയും. അപ്പോൾ എന്തായാലും നമ്മളുടെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ RRB ഗ്രൂപ്പ് ഡി ലേണിംഗ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രീ
വീഡിയോ ക്ലാസ്സിന്റെ ഇന്നത്തെ ടോപ്പിക്ക് സിലോയിസ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നമുക്ക് നിങ്ങൾ താഴെ പറഞ്ഞിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ ബൈ, സൈനിങ് ഓഫ് ഫ്രം സുബിൻ സുബകൻ. ഓക്കെ, താങ്ക് യു.